Hi students, ഒരു തിയറി പോർഷൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ടാക്സ് ഓൺ ഡിവിഡൻഡ് ഓർ കോപ്പറേറ്റീവ് ഡിവിഡൻഡ് ടാക്സ്. അതായത് ഏർലിയർ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് വാസ് ടാക്സ് ഇൻ ഹാൻഡ്സ് ഓഫ് present shareholder, but now companies distribute dividend are required to pay tax on such dividends. അതായത് ഇപ്പോൾ കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡിന് കൊടുക്കുമ്പോൾ ആ ഡിവിഡൻഡിനൊപ്പം ഒരു ടാക്സ് ഗവൺമെൻറ്റിന് കൊടുക്കണം. ഒരു 100 ഡിവിഡൻഡാണ് ഒരു ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ ടാക്സ് പിടിച്ചിട്ട് 10% ടാക്സ് പിടിച്ചിട്ട് ബാക്കി 90% എന്ത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുള്ളൂ. എന്നത് ടാക്സ് പിടിക്കുകയാണ്. അതിനെ പറയുന്നതാണ് അതായത് TDS എന്നൊക്കെ പറയും. അതായത് അതാണ് എന്തെന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ന് പറയുന്നത്. ദിസ് ഇസ് നോൺ ആസ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്. ഇറ്റ് ഈസ് പേയബിൾ 14 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഡിക്ലറേഷൻ. അതായത് 14 ദിവസത്തെ ഇത്, അതായത് ഡിക്ലറേഷൻ, അതായത് ഇപ്പോൾ വിളിച്ചിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്നതിൻ്റെ 14 ദിവസത്തിനുള്ളിൽ എന്ത് ടാക്സ് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ടാക്സ് ഡിവിഡൻഡ് അതാണ് പറയുന്നത്. ഇനി പ്രോബ്ലം നോക്കാം. ശ്രീദേവി ലിമിറ്റഡ് വാസ് രജിസ്റ്റർഡ് വിത്ത് നോമിനൽ ക്യാപിറ്റൽ ഓഫ് 5 lakh ഡിവിഡൻഡ് ഓൺ ഷെയർസ് ഓഫ് 100 each. The following trial balance extracted from the books on 31st March 2019. ഇപ്പോൾ ഒരു ട്രയൽ ബാലൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ട്രയൽ ബാലൻസ് ആണ്, അത് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിലാകുമ്പോൾ നമ്മുടെ എന്തൊക്കെയാണ് വരിക, ഇതിൽ ഡെബിറ്റ് സൈഡിൽ കൂടുതൽ അസറ്റ്സും അതേപോലെ എക്സ്പെൻസസൊക്കെയാണ് ഇതിൽ വരിക. മറ്റേത് ലയബിലിറ്റീസും ഇൻകംസാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ബിൽഡിങ്, മെഷീനറി, ക്ലോസിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, സാലറി, ഡയറക്റ്റ്, അതൊക്കെ ഏതിൽ വരിക? ബിൽഡിങ്ങും മെഷീനറിയും ഒക്കെ ഫിക്സഡ് അസറ്റ്സിലാണ് വരിക, അസറ്റ്സിലൊക്കെയല്ലേ വരിക. ബാഡ് ഡെബ്റ്റ്സ്, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ ഡിബെഞ്ചർ ഇൻട്രസ്റ്റ്, അതൊക്കെ ഏതിലേക്ക് എടുക്കാമെന്ന് നമുക്ക് പറയാം. സെയിൽസ്, സാലറി ഔട്ട്സ്റ്റാൻഡിംഗ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്, ഷെയർ ക്യാപിറ്റൽ, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ക്രെഡിറ്റേഴ്സ്, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട്. അതുപോലെ യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ 31st March 2000 ബാലൻസ് ഷീറ്റ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ആണ് ഇതിൽ പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. അതിൽ പിന്നെ കുറച്ച് ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് മോർ ദാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ബൈ 80,000. അതായത് ക്ലോസിംഗ് സ്റ്റോക്കാണ് ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ കൂടുതൽ. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എത്ര, ഇതിൽ 90,000 ആണ്. അപ്പോൾ അതിനേക്കാൾ എന്താണ് കുറവാണ് എന്ത് ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ 90,000 മൈനസ് 80,000 എന്ന് പറയുമ്പോൾ 10,000 ആവാനാണ് ചാൻസ്. പിന്നെ പ്രൊവൈഡ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 4% ഓൺ ഡെപ്റ്റേഴ്സ്. മേക്ക് എ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് 50%. ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ഇൻക്ലൂഡ് ഡിപ്രീസിയേഷൻ ഓഫ് 8,000 ഓൺ ബിൽഡിംഗ്, ദാറ്റ് ഈസ് 12,000 ഓൺ മെഷീനറി. ദ ഡയറക്ടർ റെക്കമെൻഡഡ് ആസ് എ ഡിവിഡൻഡ് ആസ് 20%. ദെൻ നമുക്കപ്പോൾ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ, ദെൻ പ്രോബ്ലം നമുക്ക് ചെയ്യാം. അതിൽ ആദ്യം പർട്ടിക്കുലേഴ്സിൽ ആദ്യം എഴുതേണ്ടത് റവന്യൂ, അതായത് എന്തെങ്കിലും വരുമാനം കിട്ടിയത് ഫ്രം ഓപ്പറേഷൻസ് എന്നാണ് ആദ്യം എഴുതേണ്ടത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. അതിൽ നോട്ട് 1 എന്ന് പറഞ്ഞിട്ട് റവന്യൂ, അതായത് നമ്മളുടെ ക്രെഡിറ്റ് സൈഡ്സിൽ സെയിൽസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എഴുതേണ്ടത്. അപ്പോൾ അതിൽ എന്താ പറയുക, നമ്മുടെ നോട്ടിൽ, അതായത് നോട്ട് 1 എന്ന് പറഞ്ഞിട്ട് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്, ഇതൊക്കെ ഫോമാറ്റ് രീതിയിൽ തന്നെ പോവാട്ടോ. ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ട് മൈനസ് സെയിൽസ് ഓഫ് പ്രൊഡക്റ്റ് ആണ്. സെയിൽ ഓഫ് പ്രൊഡക്റ്റ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. സെയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. എന്തെന്ന് സെയിൽ എന്ന് പറഞ്ഞിട്ട് 5,20,000 എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതന്നെ എഴുതുക. ഇവിടെയും 5,20,000 എഴുതുക. നോട്ട് 1 എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് അതർ ഇൻകം ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അടുത്തത് നമ്മൾ അത് ഇൻകം എന്ന് പറഞ്ഞിട്ട് എഴുതുക. അത് ഇൻകം എന്ന് പറഞ്ഞത് നോട്ട് സെക്കൻഡാണ്. അത് എത്രയാണ്, 12,000 ആണ്. ദെൻ ഇത് മൊത്തം എന്ത് ചെയ്യണം, ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും, 5,32,000 രൂപ നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞത് ടോട്ടൽ റവന്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ റവന്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അത് നമ്മളിവിടെയും ചെയ്യണം കേട്ടോ. ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ അതർ ഇൻകം നോട്ടിൽ എഴുതണം. അതർ ഇൻകം എന്ന് പറഞ്ഞത്
ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതർ ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് അത് 12,000 എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് എന്താ എടുക്കേണ്ടത്? എക്സ്പെൻസസ് ആണ് നമ്മൾ എടുക്കാൻ പോണത്. എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ എക്സ്പെൻസസ് എന്ന് പറഞ്ഞത് പർച്ചേസസ് ആണ് അല്ലേ. പർച്ചേസ് ആണ് ഏറ്റവും വലിയ എക്സ്പെൻസ്. അതേപോലെ തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പർച്ചേസസ്, ട്രയൽ ബാലൻസിൽ പർച്ചേസസ് അഡ്ജസ്റ്റഡ്. പർച്ചേസസ് എന്ന് പറഞ്ഞാൽ 2,10,000 ആണ്, പക്ഷേ അത് അഡ്ജസ്റ്റഡ് എന്നാണ്. അഡ്ജസ്റ്റഡ് എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, അങ്ങനെയാണല്ലോ അഡ്ജസ്റ്റഡ് എന്ന് പറയുന്നത്. സോ പർച്ചേസസ് എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 2,10,000 പ്ലസ് എന്താണ് 2,10,000 പ്ലസ് എന്താണ് 90,000, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 90,000 ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈനസ് എന്തെന്ന് പറഞ്ഞാൽ 10,000. ദെൻ വി ഗെറ്റ് എന്താണ് 2,90,000 നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഇൻവെൻട്രീസിലേക്ക് സ്റ്റോക്ക്, അത് നോട്ട്സിൽ എഴുതുക. 3 എന്ന് പറഞ്ഞിട്ട് നോട്ട് നമ്പറിൽ എഴുതുക. എന്താണ് ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ്. ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് എന്ന് പറയാ. ഇൻവെൻട്രീസ് അത് എത്ര? സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ് അല്ലേ. അത് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 10,000. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാ? 90,000. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കേട്ടോ. ദെൻ ചേഞ്ച് ഇൻ, ഇതൊക്കെ ഫോമാറ്റ് നമുക്ക് പഠിച്ചാലാണ് ഇതൊക്കെ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. സ്റ്റോക്ക് ഇൻ ട്രേഡ് എത്ര കിട്ടി? 80,000 നമുക്ക് കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടേക്ക് എഴുതണം അല്ലേ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ സ്റ്റേറ്റ്മെൻറ്റ് ഇത് എന്താ പറയുക, ചേഞ്ച് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ 3ാമത്തെ നോട്ടായതുകൊണ്ട് നമ്മൾ എന്താണ് എഴുതണം? ആദ്യം എന്തെന്നാണത്? ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. അത് എത്രാമത്തെ നോട്ടാ? 3ാമത്തെ നോട്ട്. ഞാൻ പകുതി എഴുതണുള്ളൂ. അത് 80,000 എന്ന് നമ്മൾ എഴുതുക. മനസ്സിലായില്ല? ആദ്യം റവന്യൂ ഫ്രം ഓപ്പറേഷൻ എഴുതുക, അതും വർക്കിംഗ് നോട്ടിൽ എഴുതിയത് അത് തന്നെ ആൻസർ ചെയ്തുക. പിന്നെ അതർ ഇൻകം അത് എഴുതുക. അതർ ഇൻകം ടോട്ടൽ ചെയ്താൽ നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടും. പിന്നെ അടുത്തത് നമ്മൾ എഴുതേണ്ടത് എക്സ്പെൻസസ് ആണ്. ഇതൊക്കെ ഫോർമാറ്റിലുള്ളത്. പക്ഷേ നമ്മൾ എല്ലാം എഴുതാൻ പാടില്ല ഫോർമാറ്റിൽ. ട്രയൽ ബാലൻസിൽ എന്താണ് നമുക്ക് തന്നത് അത് എടുത്തിട്ട് ഫോർമാറ്റിൽ അപ്ലൈ ചെയ്യേണ്ടുള്ളൂ. ദെൻ സ്റ്റോക്ക് ഓഫ് ഇൻവെൻട്രീസ്. നെക്സ്റ്റ് അടുത്തത് എംപ്ലോയി ബെനിഫിറ്റ് ആണ് വേണ്ടത്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്. അത് നമ്മൾ വർക്കിംഗ് നോട്ടിൽ എഴുതി 4 എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇവിടെ എംപ്ലോയി ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി? സാലറീസ് മാത്രമേ ഉള്ളൂ. സാലറീസ് ദാറ്റ് ഈസ് എത്രയാണ്? സാലറി എത്രയാണ് തന്നിരിക്കുന്നത്? അപ്പം എംപ്ലോയി ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് സാലറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 2,000 ആണ് സാലറീസ് തന്നിരിക്കുന്നത്. സാലറീസ് തന്നിരിക്കുന്നത് 60,000 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ദെൻ നമ്മൾ എന്ത് എഴുതണം? സാലറീസ് എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതണം? 60,000 എഴുതണം. അത് മാത്രമാണ് എംപ്ലോയി ബെനിഫിറ്റ് തന്നിട്ടുള്ളൂ അല്ലേ. അപ്പോൾ എംപ്ലോയി ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 4 എഴുതിയിട്ട് 60,000 എഴുതി. നെക്സ്റ്റ് നമ്മൾ എന്താ എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ എംപ്ലോയി ബെനിഫിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ എന്താ എടുക്കാമെന്ന് വെച്ചാൽ ഫിനാൻസ് കോസ്റ്റ്. ഈ ഫിനാൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രസ്റ്റുകളെ തരാനുള്ള ഇൻട്രസ്റ്റുകളെ പറ്റി ഇതാണ് എന്തെന്നാണ് ഫിനാൻസ് ഓൺ കോസ്റ്റ്. അത് നോട്ട് നമ്പർ 5 അപ്പം നമ്മൾ നോട്ട് നമ്പർ 5 എന്ന് പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ്, എന്തെങ്കിലും ഇൻട്രസ്റ്റ് കാര്യങ്ങൾ ഫിനാൻസ് കോസ്റ്റിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതേത് ഫിനാൻസ് കോസ്റ്റ്. ഇൻട്രസ്റ്റ് ഓൺ എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആണത്. ഇൻട്രസ്റ്റ് ഓൺ
ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് എഴുതേണ്ടത്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് എത്രയാണ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് അത് നമ്മൾ അങ്ങോട്ട് ഇതിലേക്ക് എഴുതുക. എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്, 28,000 എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. സോ അത് 28,000 എന്ന് എഴുതുക. അതിവിടെ നോട്ടിലേക്ക് എഴുതുക. അല്ല, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 28,000 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുക. അത് ഫിനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റ് ഡിബെഞ്ചർ. ഇതിൽ ക്വസ്റ്റ്യനിൽ ഡിബെഞ്ചേഴ്സാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് എഴുതുക. അടുത്തത് ഇതൊക്കെ ഫോമാറ്റിൽ അതേപോലെയാണ്. നെക്സ്റ്റ് ഫോമാറ്റിൽ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ഓഫ് എക്സ്പെൻസസ് ആണ്. അപ്പോൾ ആദ്യം എന്താണ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. അത് എത്രാമത്തെ നോട്ടാണ്, 6ാമത്തെ. അപ്പോൾ 6ാമത്തെ നോട്ട് എഴുതുക. 6ാമത്തെ നോട്ട് എന്ന് പറഞ്ഞത് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്ന ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിങ് എത്രയാണ്, 8,000. ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് 8,000 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതുണ്ടോ, ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ് 8,000 തന്നിട്ടുണ്ട്. ആൻഡ് ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറീസും തന്നിട്ട്. അപ്പോൾ 8,000ഉം ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി തന്നിട്ടുണ്ട് 12,000. ദെൻ 20,000 എന്ന് കിട്ടി. ദെൻ ആ നോട്ടത്തുള്ളത് അങ്ങോട്ട് എഴുതണം, ഇവിടേക്ക് 6ൻ്റെ അവിടെ 20,000 എന്ന് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ കഴിഞ്ഞ് അതർ എക്സ്പെൻസസ് ആണ് നമുക്ക് വേണ്ടത്. അതർ എക്സ്പെൻസസ് ആണ്. അത് എത്രാമത്തെ നോട്ട് നമ്പറാണ്, 7. അതർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണ്, ഇവിടെ നോട്ട് നമ്പർ 7 എന്ന് എഴുതിയിട്ട് അതർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞത് നോട്ടിലുണ്ടത്. അതർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡയറക്ടേഴ്സ് ഫീ, റെൻറ്റ്, ബാഡ് ഡെപ്റ്റ്സ്, ഇനി പ്രൊവിഷൻ ഓൺ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ 5,000 മൈനസ് 3,000 2,000. അപ്പുറത്തേക്ക് ഇതുണ്ട് മിസ്ലേനിയസ്. ഇതിൽ ഡയറക്ടേഴ്സ് ഫീ എന്ന് പറയുന്നത് ഡയറക്ടേഴ്സ് ഫീസ് എന്ന് പറഞ്ഞത് 10,000. ഡയറക്ടേഴ്സ് ഫീസ് എന്ന് പറഞ്ഞാൽ 10,000 പ്ലസ് റെൻ്റ് എന്ന് പറഞ്ഞത് 26,000 പ്ലസ് ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ 6,000. പിന്നെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പ്രൊവിഷൻ ഓൺ ബാഡ് ഡെപ്റ്റ്, അതായത് 2,000 പ്ലസ് മിസ്സീലേനിയസ് എക്സ്പെൻസസ് കൊണ്ട് അത് 18,000. അതാണ് നമ്മുടെ അതർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞത്. വേറെ എക്സ്പെൻസസ് അത് മൊത്തം 62,000 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ നമ്മൾ നോട്ട് നമ്പർ അതർ എക്സ്പെൻസസിൽ എത്ര കിട്ടി, നോട്ട് 7, 62,000 അതർ എക്സ്പെൻസസ്. അത് വേറെ എക്സ്പെൻസസ് പൊതുവെയുള്ള ഡയറക്ടേഴ്സ് ഫീസ്, റെൻറ്റ്, ബാഡ് ഡെപ്റ്റ്സ് അതൊക്കെ അതർ എക്സ്പെൻസസ് അല്ലേ. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, മിസ്ലീനിയസ് എക്സ്പെൻസസ്. അപ്പോൾ അതർ എക്സ്പെൻസസ് ഒക്കെ ഇവിടെ ആഡ് ചെയ്തിട്ട് അതർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 62,000 എന്ന് എഴുതുക. അതർ എക്സ്പെൻസസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൊത്തം ടോട്ടൽ ചെയ്യുക. ഈ 2,90,000 അതുപോലെ 80,000 അതൊക്കെ 80,000 മൈനസ് ചെയ്ത് ദെൻ 60,000 പ്ലസ് ചെയ്ത് 28,000 20,000 62,000 ദെൻ വി ഗെറ്റ് എന്ത് ആൻസർ കിട്ടും, 1,52,000. അപ്പോൾ
നമ്മൾ ഇത് റവന്യൂ കൂടുതലല്ലേ, ടോട്ടൽ റവന്യൂ ചെയ്യുമ്പോൾ 5,32,000 കിട്ടി. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞത് 1,52,000 ആണ്. അതിപ്പോൾ പ്രോഫിറ്റാണ്. അത് ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞത് അവരുടെ എന്താ പറയുക പ്രോഫിറ്റാണ്. ടോട്ടൽ എക്സ്പെൻസസ് അവരുടെ പ്രോഫിറ്റാണ്. ദെൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അതായത് പ്രോഫിറ്റ് ടാക്സ് കൊടുക്കുന്നേക്കാൾ മുമ്പ് എത്രയാണ് അതിൻ്റെ എന്തെന്ന് പറഞ്ഞത് നമുക്ക് പ്രോഫിറ്റ് എന്ന് നോക്കാം. ടാക്സ് കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് പ്രോഫിറ്റ് എത്രയാണ്. അതായത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞത് 5,20,000 അതല്ലേ, 5,20,000 ടാക്സ് അത് ബിഫോർ ടാക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. സോ അപ്പോൾ ആദ്യം 5,20,000 മൈനസ് 1,52,000. ദെൻ വി ഗെറ്റ് എത്ര കിട്ടും? 5,20,000 മൈനസ് 3,80,000 കേട്ടോ. അപ്പം നമുക്ക് എന്ത് കിട്ടും? 76,000 കിട്ടും. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. നമുക്ക് പ്രോഫിറ്റ് മുമ്പ് നമുക്ക് എത്ര കിട്ടും? ബിഫോർ ടാക്സ്, അതായത് പ്രോഫിറ്റ് ഒന്നും കൊടുത്തിട്ടില്ല, അത് എത്ര കിട്ടുന്നുണ്ട്? 5,20,000 മൈനസ് 3,80,000 നമുക്ക് എന്ത് കിട്ടണോ? സോറി, ഒരു തെറ്റ് പറ്റിയതാണ്. അതർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ, അതായത് ടോട്ടൽ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടണത് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ടോട്ടൽ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടണു? ടോട്ടൽ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടണത് എന്ന് പറഞ്ഞത് 3,80,000 രൂപയാണ്. എന്തെന്ന് പറഞ്ഞിട്ട് നമുക്ക് ടോട്ടൽ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത്. ദെൻ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞത്, എന്ന് പറയുന്നത് നമ്മുടെ റവന്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? 5,32,000 രൂപ. അത് 5,32,000 മൈനസ് 3,80,000. ദെൻ വി ഗെറ്റ് 1,52,000. അതാണ് എന്തെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിന് അതായത് പ്രോഫിറ്റിന് മുമ്പുള്ള ടാക്സ്. അതായത് പ്രോഫിറ്റ് എന്താ പറയുക, ആ കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് 1,52,000. ടാക്സ് കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1,52,000. അതേപോലെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പ്രോഫിറ്റ്, അതായത് അതിലെ നമുക്ക് ബിഫോർ ടാക്സ്, അതായത് ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട്. മേക്ക് പ്രൊവിഷൻ 50% ടാക്സ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവിഷൻ ഫോർ ടാക്സ് കൊടുക്കണം. ടാക്സിന് മുമ്പ് കിട്ടിയ പ്രോഫിറ്റാണ് 1,52,000 രൂപ. ടാക്സ് കൊടുത്തിട്ട് നമുക്കവിടെ കമ്പനിക്ക് എത്ര ലാഭം കിട്ടുമെന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞാൽ 1,52,000 ഇൻറ്റു 50%. 50% എന്ന് പറഞ്ഞത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പ്രൊവിഷൻ ടാക്സ് 15% അടയ്ക്കണം എന്ന്. സോ നമുക്ക് എത്ര കിട്ടും? 76,000 രൂപ നമുക്ക് കിട്ടുന്നതാണ്. 76,000 രൂപ നമുക്ക് കിട്ടും. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, പ്രോഫിറ്റൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞു, ആഫ്റ്റർ ടാക്സ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 76,000 രൂപ നമുക്ക് പ്രോഫിറ്റ് ടാക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് 76,000 രൂപ ലാഭം നമുക്ക് കിട്ടുന്നുണ്ട്. ടാക്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട്, ടാക്സിന് മുമ്പ് കൊടുക്കുമ്പോൾ ഇത് ടാക്സ് കൊടുത്തു കഴിഞ്ഞ ശേഷം 76,000 രൂപ. ഇനി EPS, ഏർണിംഗ് പെർ ഷെയർ. EPS എന്ന് പറയുന്നത് ഏർണിംഗ് പെർ ഷെയർ, ദാറ്റ് ഈസ് 76,000. അതായത് കമ്പനിയുടെ ലാഭം ഷെയർസ് എന്താ പറയുക, ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എത്രയാണ്? ഈ 76,000 ബൈ 2,000 എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ, നമ്മുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ വാല്യൂ എത്രയാണ്? നമ്മുടെ ഷെയർസിൻ്റെ വാല്യൂ എത്ര? 100. അതുപോലെ നമ്മുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2,00,000. അപ്പോൾ 100 ഷെയർസാണ് നമ്മൾ കൊടുക്കണം അല്ലേ? 2,00,000 100 ഷെയർസാണ്. ഷെയർ ക്യാപിറ്റലാണല്ലോ നമ്മുടെ ഷെയർ വാല്യൂ ആയിട്ട് കൂട്ടണത്. സോ ആ 2,00,000 100 ഷെയർസാണ് കൊടുക്കണം. എത്ര ഡിവൈഡ് ചെയ്ത് കൊടുക്കണത്? 100 ഷെയർസാണ് കൊടുക്കണം. സോ ഷെയർ ക്യാപിറ്റലിൻ്റെ 100 ഷെയർസ് അപ്പോൾ 2,000 രൂപയാണ്. അപ്പോൾ 2,000 ആണ്. അപ്പോൾ 76,000 നിന്ന് 2,000 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 38 രൂപയാണ് നമുക്ക് എന്ത് ഡിവിഡൻഡ് ചെയ്യേണ്ടത്. ഇതാണ് എന്തെന്ന് പറഞ്ഞത്
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇത് മാത്രം കഴിഞ്ഞിട്ടില്ല, ഇനി ബാലൻസ് ഷീറ്റ് ചെയ്യാണ്ട്. അടുത്തത് പ്രിപ്പയർ ചെയ്യുക ബാലൻസ് ഷീറ്റാണ്. നമ്മൾ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31/3/2019. അടുത്തത് ബാലൻസ് ഷീറ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതേപോലെ നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ 8ാമത്തെ നോട്ട് ചെയ്ത് നോട്ട് 8 ചെയ്ത ദെൻ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് മെഷീനറി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വണ്ണാണ് ബിൽഡിങ്സിൽ 2,90,000. അതിൽ ലെസ് എന്താണ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുക. ഇതൊരു വലിയ പ്രോബ്ലം ആണ്, അത് ഓർത്തോ. 50,000 ആണ്. ദെൻ നമുക്ക് എന്ത് കിട്ടണം? 2,40,000 കിട്ടി ലെസ് ചെയ്തപ്പോൾ. പിന്നെ ഓഫീസ് മെഷീനറി, ഇതാണല്ലോ ഡിപ്രീസിയേഷൻ. ഓഫീസ് മെഷീനറി അത് 1 lakh ആണ്. ഇതൊക്കെ ക്വസ്റ്റ്യനിലുണ്ട്, നിങ്ങളത് നോക്കുക, എഴുതുക. പിന്നെ ലെസ് ഡിപ്രീസിയേഷൻ, അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എത്രയാണ്? 55,000. ദെൻ വി ഗെറ്റ് 45,000. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 2,85,000 രൂപ നമുക്ക് കിട്ടുന്നതാണ്. ദെൻ നമ്മൾ പർട്ടിക്കുലേഴ്സ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? അസറ്റ്സ്, അതായത് നോൺ കറൻറ്റ് അസറ്റ്സിലെ നോട്ട് നമ്പർ 1. ഇവിടെ നമ്മൾ ഇതിൽ നോട്ട് 8 എഴുതാൻ കാരണം നമ്മൾ നോട്ട് 7 ആണല്ലോ ലാസ്റ്റ് എഴുതി നിർത്തി, അതുകൊണ്ടാണ് നോട്ട് നമ്പർ 8 എന്ന് എഴുതാൻ കാരണം. സോ നോൺ കറൻറ്റ് അസറ്റ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. അതിൽ നോട്ട് നമ്പർ 8, അത് എത്ര നമുക്ക് കിട്ടി? 2,85,000 രൂപ നമുക്ക് കിട്ടി. അത് ഇവിടേക്ക് എഴുതുക, 2,85,000 എന്ന് ഇവിടേക്ക് എഴുതുക. ദെൻ അടുത്ത നോൺ കറൻറ്റ് എന്ന് പറഞ്ഞത് ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. നോൺ കറൻറ്റ് എന്ന് പറഞ്ഞാൽ അടുത്തത് ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ് അടുത്തത് എഴുതേണ്ടത്. ഫിനാൻഷ്യൽ അസറ്റ്സ് അത് നോട്ട് നമ്പർ 9 ആണ്. ഞാൻ ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ നോട്ടിലേക്ക് എഴുതുക. ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറഞ്ഞത് എത്രയാണ്? ഫിനാൻഷ്യൽ അസറ്റ്സ് 9, നമ്പർ 9 എത്രയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ? നോൺ കറൻറ്റ് അസറ്റ്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 12,000 ആണ്. അതിൻ്റെ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ₹100 ഈച്ച് ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? 1,20,000 രൂപ നമുക്ക് കിട്ടും. അതായത് എന്താ പറയുക, ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ക്വസ്റ്റ്യനിലുണ്ട് ഡിബഞ്ചേഴ്സ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തേക്കണത്, അതായത് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 12,000. അതേപോലെ നമ്മുടെ എത്രയാണ് ഷെയർസ് ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിബഞ്ചേഴ്സിൻ്റെ വാല്യൂ 100 ഈച്ചസ് ആണ് അല്ലേ? അപ്പോൾ എത്ര കിട്ടുന്നു? 1,20,000 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതണം? ഇവിടെ ഡിപ്രീസിയേഷനിൽ ഒരു ചെറിയ മാറ്റമുണ്ട്, ഷെയർസ് എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിലുള്ള ഇൻട്രസ്റ്റ് ഈ 12,000 ഷെയർസ് ഓഫ് എ ലിമിറ്റഡ് എ പെയ്ഡ് അതായിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് 1,20,000 കിട്ടണത്. നെക്സ്റ്റ് നമ്മൾ എന്താ പറയുക, ബാലൻസ് ഷീറ്റിൽ അടുത്തത് എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ്സ് അത് ഫിനാൻഷ്യൽ അസറ്റ്സ്, അതായത് നോൺ കറൻറ്റ് അസറ്റ്സ്, അതാണല്ലോ നമ്മൾ കണ്ടുപിടിച്ചത്. നോൺ കറൻറ്റ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ചത് അതെത്രയാണ്? 1,20,000. ഒരു കൊല്ലത്തിന് താഴെയുള്ള വാലിഡിറ്റി ഉള്ളതുകൊണ്ടാണ് അത് നോൺ കറൻറ്റ് അസറ്റ്സ് ആയിട്ട് മാറിയത്. അടുത്തത് നോൺ കറൻറ്റ് അസറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് രണ്ടാമത്തെ എന്താണ്? കറൻറ്റ് അസറ്റ്സ്. കറൻറ്റ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ
അസറ്റ്സ് ഏതൊക്കെയാ? ഇൻവെൻട്രീസ്, നെക്സ്റ്റ് കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻവെൻട്രീസ് 10th നോട്ടിൽ ചെയ്ത ഫിനാൻഷ്യൽ അസറ്റ്സ് അതിൽ ഇൻക്ലൂഡഡ് ട്രേഡ് റിസീവബിൾ, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റ്, അതർ ഫിനാൻഷ്യൽ ആൻഡ് അതർ കറണ്ട് അസറ്റ്സ്. ഇതിൻ്റെ നോട്ട് നമ്പർ എഴുതുക 10, 11, 18, 13, 14. ദെൻ നമ്മൾ നോട്ടിലേക്ക് എഴുതുക. ആദ്യം എന്താണ് ഇൻവെൻട്രീസ് അല്ലേ? 10ാമത്തത് എന്താണ്? നമുക്ക് ആദ്യം എഴുതേണ്ടത് ഇൻവെൻട്രീസ് എന്താണെന്ന് നമുക്ക് എഴുതാം. ഇൻവെൻട്രീസ് എന്ന് പറയുമ്പോൾ അറിയാം നമുക്ക് സ്റ്റോക്ക് ആണെന്ന് അല്ലേ? ഇൻവെൻട്രീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് സ്റ്റോക്ക് ചെയ്താൽ സ്റ്റോക്ക് ഇൻ ട്രേഡ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് എത്രയാണ്? 90,000 അല്ലേ? സ്റ്റോക്ക് എത്രയാണ്? 90,000. അതോടൊപ്പം തന്നെ നമ്മൾ ലൂസ് ഓൺ ടൂൾസ് എന്ന് എഴുതില്ല. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണല്ലോ നമ്മൾ സ്റ്റോക്കായിട്ട് എഴുതുക കറണ്ട് അസറ്റ്സിൽ. അപ്പോൾ എന്താണ് 90,000. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ലൂസ് ഓൺ ടൂൾസ് അതും കൂടി ആഡ് ചെയ്താണ് നമ്മുടെ ഇൻവെൻട്രീസ് പൂർത്തിയാവുള്ളൂ. സോ സ്റ്റോക്ക് ഇൻ ട്രേഡ് 90,000. ദെൻ എന്താണ് ലൂസ് ടൂൾസ് അതെത്രയാണ്? 23,000. ആ രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1,13,000 രൂപ നമുക്ക് കിട്ടും. അത് നേരെ നമ്മുടെ എന്തിൽ എഴുതണം? ഇൻവെൻട്രീസ് 10ാമത്തേതിൽ 1,13,000 രൂപ നമ്മൾ എഴുതണം. അടുത്തത് എന്താണ്? ഫിനാൻഷ്യൽ അസറ്റിൽ ട്രേഡ് റിസീവബിൾ. ദെൻ 11 ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് എഴുതുക. ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് എഴുതുക. ട്രേഡ് റിസീവബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ട്രേഡ് എന്ന് പറഞ്ഞിട്ട് അല്ലേ? ട്രേഡ് എന്ന് പറഞ്ഞിട്ട് ട്രേഡ് അതായത് ഡെപ്റ്റേഴ്സ്, അതായത് സൺട്രി ഡെപ്റ്റേഴ്സ് ആണല്ലോ ട്രേഡ് ചെയ്യണത്. 1,00,000 എത്രയാണ് ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ? 1,25,000 മൈനസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബാഡ് ഡെപ്റ്റ്സ് ഇല്ലേ? പ്രൊഫഷൻ അതായത് ഡൗട്ട്ഫുൾ ഫോർ ഡെപ്റ്റ്സ് ഓൺ 4%. ആ 4% കണ്ടിട്ട് അതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5,000 എന്ന് കിട്ടും. 4% കണ്ടിട്ട് അത് നമുക്ക് അതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 5,000 കിട്ടും. ദെൻ 1,25,000 മൈനസ് 5,000 നമുക്ക് 1,20,000 1,20,000 നമുക്ക് കിട്ടുന്നതാണ്. അത് എന്തിലേതാണ്? ട്രേഡ് റിസീവബിളിൽ 1,20,000 നമുക്ക് കിട്ടിയത് എഴുതുക. മനസ്സിലായ? ട്രേഡ് റിസീവബിൾ. അടുത്തതാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റ്. അടുത്തത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റ്, അതായത് ബാങ്ക് ബാലൻസ് ആണല്ലോ നമ്മൾ എഴുതുക. അപ്പോൾ ക്വസ്റ്റിൽ തന്നെ ഉണ്ട് ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 30,000 എന്ന് പറഞ്ഞ ബാങ്ക് ബാലൻസ് ഉണ്ട് നമുക്ക്. ദെൻ അത് എവിടെ എഴുതണം? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റ് 12ാമത്തെ നോട്ടിൽ 30,000 എന്ന് നമ്മൾ എഴുതുക. നെക്സ്റ്റ് അതർ ഫിനാൻഷ്യൽ അസറ്റ്സ്, അത് 13. അതർ ഫിനാൻഷ്യൽ അസറ്റ്സ് അതർ ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതേണ്ടത്? നമ്മുടെ അഡ്വാൻസ് ടാക്സ് അതെത്രയാണ്? 60,000. അതായത് നമ്മുടെ ഡെബിറ്റ് സൈഡിൽ ക്വസ്റ്റ്യനിൽ ഡെബിറ്റ് സൈഡിൽ അഡ്വാൻസ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് 60,000 കണ്ടോ? അതായത് ലൂസ് ഓഫ് ടൂൾസിൻ്റെ അടിയിൽ അഡ്വാൻസ് ടാക്സ് 60,000. അതാണ് അതർ ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറഞ്ഞത്. അത് ഫിനാൻഷ്യൽ 13 എന്ന് പറഞ്ഞത് നമ്മുടെ 60,000 എഴുതുക. ഇതൊക്കെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ എഴുതുക. നോട്ട് ഇപ്പുറത്ത് നമ്മൾ എഴുതാണ്ട് നോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതേണ്ട. ആ നോട്ട് നമ്പർ എടുത്തിട്ട് ഇവിടെ എഴുതുക. നെക്സ്റ്റ് 14ാമത്തേന്ന് പറഞ്ഞത് അത് കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞത് നമുക്ക് എത്രയാണ് ഇൻട്രസ്റ്റ് എക്വയർ ചെയ്തത്? ഇൻട്രസ്റ്റ് എക്വയർഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 2,000. ദെൻ അത് ഇൻട്രസ്റ്റ് എക്വയർഡ് എന്നാണ് 2,000. അപ്പോൾ ഇതുവരെ എഴുതി അതർ കറണ്ട് അസറ്റ്സ് എന്നാണ്. പിന്നെ ഈ
അസറ്റ് സൈഡ് മൊത്തം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 7,30,000 രൂപ നമ്മുടെ ടോട്ടൽ അസറ്റ്സ് കിട്ടി. ആദ്യം നോൺ കറണ്ട് അസറ്റ്സ് എഴുതി, പിന്നെ കറണ്ട് അസറ്റ്സ് എഴുതി, അതിൽ ഇൻക്ലൂഡ് ചെയ്യണത് എഴുതി, അതിൻ്റെ വർക്കിംഗ് നോട്ട് ഇതിൻ്റെ പുറത്ത് നമ്മൾ എഴുതി കഴിഞ്ഞു, അതിൻ്റെ ഓരോ വർക്കിംഗ് നോട്ട് നമ്പർ ഇട്ടു, അതിൻ്റെ ഓരോന്ന് എഴുതി. ദെൻ നമുക്ക് എന്ത് കിട്ടി? 7,30,000 ടോട്ടൽ അസറ്റ് കിട്ടി. അസറ്റ് എത്ര കിട്ടി? 7,00,000. നെക്സ്റ്റ് നമുക്ക് എന്ത് നോക്കണം? ലയബിലിറ്റി നോക്കണം. നെക്സ്റ്റ് ടോട്ടൽ അസറ്റ്സ് നമുക്ക് കിട്ടി കഴിഞ്ഞു. അടുത്തത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി ആണ് ആദ്യം എഴുതേണ്ടത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇക്വിറ്റി എഴുതേണ്ടത്. ഇക്വിറ്റി എഴുതേണ്ടത് എന്ന് പറയുമ്പോൾ ഷെയർ ക്യാപിറ്റൽ ആണ് ആദ്യം എഴുതേണ്ടത്. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 15 നോട്ടും അതർ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് 16 നോട്ടും. നമ്മൾ എന്തെങ്കിലും എഴുതാം? നോട്ടിലേക്ക് പോകണം. ആദ്യം എന്താണ്? ഷെയർ ക്യാപിറ്റൽ എഴുതുക അല്ലേ? ഷെയർ ക്യാപിറ്റലാണ് എഴുതേണ്ടത്. അത് എത്രാമത്തെ നോട്ട് നമ്പറാണ്? 15ാമത്തെ. ഷെയർ ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓതറൈസ്ഡ് ഇക്വിറ്റി, അതായത് ഇത് ഷെയർ ക്യാപിറ്റൽ എന്താ എഴുതേണ്ടത്? നമ്മുടെ ഇക്വിറ്റി ഷെയർസ്, അതായത് ഓണേഴ്സിൻ്റെ ഇതാണ് എഴുതേണ്ടത്. അതായത് 5,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 100 ഈച്ച് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. സോ അതിന് എമൗണ്ട് എത്ര എഴുതാം? 5 lakh. സോ 5 lakh എന്ന് നമുക്ക് എഴുതാം. അതേപോലെ തന്നെ നമ്മുടെ ഫുള്ളി പെയ്ഡ് അപ്പ് issued, subscribed and fully paid up എന്ന് പറഞ്ഞത് 2,000 ഇക്വിറ്റീസ് ഷെയർസ് അറ്റ് 100 ഈച്ച്. അപ്പോൾ എത്ര കിട്ടുന്നുണ്ട്? 2 lakh കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എന്തെന്ന് പറയേണ്ടത്? ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എത്രയാണ് നമ്മൾ എഴുതേണ്ടത്? ഷെയർ ഇക്വിറ്റി, നമ്മുടെ ഇത് ഫുള്ള് എഴുതണം കേട്ടോ, ക്വസ്റ്റ്യനിൽ തന്നപോലെ ഫുള്ള് എഴുതണം. അപ്പോൾ നമ്മുടെ ഷെയർ ഇക്വിറ്റി, അതായത് നമ്മുടെ ഇതിലുള്ളത് എത്ര എഴുതേണ്ടത്? ഷെയർ ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ എത്രയാണ് എഴുതേണ്ടത്? 2 lakh എന്ന് നമ്മൾ എഴുതണം. അടുത്തത് റിസർവ് ആൻഡ് സർപ്ലസ്. അതർ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ റിസർവ് ആൻഡ് സർപ്ലസ് 16ാമത്തെ നോട്ട്. റിസർവ് ആൻഡ് ഇതിൽ 2 lakh ഇത് കിട്ടിയത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 2 lakh ഇക്വിറ്റി നമ്മൾ 5 lakhന്റെ എഴുതണം. നമ്മുടെ ഓണേഴ്സിൻ്റെ ഷെയർസ് എഴുതണം. അതിൽ നമ്മുടെ എന്താണ് ഇക്വിറ്റി ഷെയർസ് എത്രയാണോ കൊടുത്തത് ആ 2,000 അതാണ് നമ്മൾ എഴുതേണ്ടത്. നെക്സ്റ്റ് എന്താണ്? അത് റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞത് ഏതൊക്കെയാണ് എഴുതേണ്ടത്? ജനറൽ റിസർവ് എത്രയാ? ക്വസ്റ്റ്യനിൽ നോക്കി കഴിഞ്ഞാൽ 40,000 കിട്ടും. ജനറൽ റിസർവ് എത്രയാ? നമ്മൾ ഇനി ക്രെഡിറ്റ് സൈഡിൽ നോക്കുമ്പോൾ ജനറൽ റിസർവ് എത്രയാണ്? 40,000 ജനറൽ റിസർവ്. സോ നമ്മൾ ജനറൽ റിസർവ് 40,000 എഴുതി. അതിൽ നിന്ന് എന്താണ്? സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ്. സർപ്ലസ് ലെസ് ചെയ്യണ്ടേ അല്ലേ? ഒന്നുകിൽ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഉണ്ടാവുക ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. അപ്പോൾ ബാലൻസ് ബിഗിനിങ് ഇയറിൽ എത്രയാണ്? 25,000. അതിൻ്റെ ഒപ്പം നമുക്ക് പ്രോഫിറ്റാണ് കിട്ടുന്നത് അല്ലേ? ആഡ് പ്രോഫിറ്റ്. ഡെഫിസിറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യുക അല്ലേ? നമുക്ക് എന്താണ് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താണ് നമുക്ക് കിട്ടിയത്? 76,000 പ്രോഫിറ്റാണ് കിട്ടിയത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യാണ് ചെയ്യണം. പ്രോഫിറ്റ് എന്താണ്? ആഡ് ചെയ്യണത്. 25,000 നിന്ന് 76,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1,00,000. ദെൻ ഇത് വെച്ചിട്ട് 40,000 ആഡ് ചെയ്യുമ്പോൾ 1,41,000 രൂപ കിട്ടും. അതാണ് നമ്മുടെ എന്തെന്നാണത്? ജനറൽ, അതായത് അതർ ഇക്വിറ്റി, അതായത് റിസർവ് ആൻഡ് സർപ്ലസ്. ഇത് ബാലൻസ് ഓഫ് ബിഗിനിങ് ഇയർ എന്ന് പറഞ്ഞത് ക്വസ്റ്റ്യനിൽ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 25,000 എന്ന് പറഞ്ഞു. ബാലൻസ് ഓൺ ബിഗിനിങ് ഇയർ 25,000 കിട്ടി. ദെൻ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് എന്ത് കിട്ടി? പ്രോഫിറ്റ് ആണ് കിട്ടിയത് അല്ലേ? പ്രോഫിറ്റാണ് കിട്ടുമ്പോൾ അപ്പോൾ പ്രോഫിറ്റ് ആയതുകൊണ്ട് നമ്മൾ ആ പ്രോഫിറ്റ് 25,000 നിന്ന് 76,000 കൂടി ആഡ് ചെയ്യുമ്പോൾ ഈ എമൗണ്ട് കിട്ടുന്നു. അതിൽ നിന്ന് നമ്മുടെ ജനറൽ റിസർവ് ആഡ് ചെയ്യുമ്പോൾ 1,41,000 രൂപ കിട്ടും. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ ഇതിൽ 1,40,000
51,000 രൂപ എഴുതണം. അപ്പോൾ ഇത് എന്താ, ഇക്വിറ്റി വരെ നമുക്ക് അതർ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ട് അതുവരെ നമ്മുടെ കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി ആണല്ലോ. അപ്പോൾ ഇക്വിറ്റി നമുക്ക് ഇതുവരെ കിട്ടി കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്, ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് നല്ല ബാധ്യതകളാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആദ്യം എന്താണ്, നോൺ കറൻറ്റ് ലയബിലിറ്റീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്. ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് അത് 17ാമത്തെ നോട്ട്. ദെൻ നമ്മുടെ നോട്ടിലേക്ക് എഴുതുക, നോട്ട് നമ്പർ 17 ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട്. ഫിനാൻഷ്യൽ ലയബിലിറ്റി അതായത് ലോങ് ടേം ബോറോയിങ്സ് ആണ് ഇതിൽ ഫിനാൻഷ്യൽ. അത് നമ്മുടെ ഫോർമാറ്റിൽ അതേപോലെ ഉണ്ട് കേട്ടോ. ബോറോയിങ്സ് അതിൽ 14% ആണ് ഡിബെഞ്ചേഴ്സ് നമ്മൾ ലോങ് ടേം ബോറോ ചെയ്ത്. അതിൻ്റെ ആൻസർ 2 lakhs എന്നാണ്. ഇനിയിപ്പോൾ 2 lakh എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ അതേപോലെ ഉണ്ട് കേട്ടോ. 2 lakh ദാറ്റ് ഈസ് ഇതുണ്ടോ ക്വസ്റ്റ്യനിൽ 14% ഓഫ് ഡിബെഞ്ചേഴ്സ് 2 lakh. ദെൻ നമ്മൾ എന്തെന്ന് പറയണത് 17ാമത്തെ. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് എടുത്തു. അപ്പോൾ ഫിനാൻഷ്യൽ ലയബിലിറ്റി ലോങ് ടേം ബോറോയിങ്സ് എത്രയാണ്, 2 lakh എഴുതി. നെക്സ്റ്റ് എന്താണ്, കറൻറ്റ് ലയബിലിറ്റി എഴുതണം. കറൻറ്റ് ലയബിലിറ്റിയിൽ ആദ്യത്തെ ഫിനാൻഷ്യൽ ലയബിലിറ്റി അതിൽ ട്രേഡ് പേയബിൾ ആണ് ഫസ്റ്റ് വേണം. അത് 8ാമത്തെ നോട്ടിൽ. അപ്പോൾ ഇവിടെ 18 എന്താണ്, ട്രേഡ് പേയബിൾ. അത് ക്വസ്റ്റ്യനിലുണ്ട്. ട്രേഡ് ക്രെഡിറ്റേഴ്സ് ആണ് അല്ലേ. ട്രേഡ് ക്രെഡിറ്റേഴ്സ് തന്നെയാണ് ട്രേഡ് പേയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ക്വസ്റ്റ്യനിലുണ്ട്. എത്രയാ, 92,000 എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ ട്രേഡ് ക്രെഡിറ്റേഴ്സ് തന്നെയാണ് എന്തെന്നാണത്, ട്രേഡ് പേയബിൾ. ദെൻ നോട്ട് നമ്പർ ഫിനാൻഷ്യൽ അക്കൗണ്ട് അതായത് ബാലൻസ് ഷീറ്റിൽ ട്രേഡ് 18th അപ്പോൾ 92,000 എന്ന് എഴുതാം. ട്രേഡ് പേയബിൾ കഴിഞ്ഞു. അടുത്ത ട്രേഡ് പേയബിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ബി അതർ കറൻറ്റ് അസെറ്റ്സ്. ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് അത് നോട്ട് നമ്പർ 19. ഇതൊക്കെ ഫിനാൻഷ്യൽ അക്കൗണ്ട് അതായത് ബാലൻസ് ഷീറ്റിലാണ് എഴുതേണ്ടത് 19. നെക്സ്റ്റ് എന്നിട്ട് എന്താ ചെയ്യണം, നമ്മൾ നോട്ടിൽ 19 നമ്പർ ഇട്ടിട്ട് 19 നമ്പർ ഇടുക, നോട്ടിൽ എഴുതുക. അത് നോട്ടാണ്. നോട്ടിൽ എന്താ എഴുതേണ്ടത്, ഏതൊക്കെയായിരിക്കും അതർ കറൻറ്റ് ലയബിലിറ്റീസ് ഏതൊക്കെയായിരിക്കും. ഞാൻ ഇതിലേക്ക് അപ്പുറത്തേക്ക് എഴുതാം. നോട്ട് നമ്പർ 19 അതർ കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് 14,000, അൺപെയ്ഡ് ഡിവിഡൻഡ് 5,000, സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് 2,000. ഇതൊക്കെ കൂടിയിട്ട് ടോട്ടൽ ചെയ്യുമ്പോൾ 21,000 രൂപ കിട്ടും. ദെൻ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അതർ കറൻറ്റ് ലയബിലിറ്റീസിൽ നമ്മൾ എന്ത് ചെയ്യണം, 21,000 രൂപ എഴുതുക. അതായത് അത് കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞത് ഏതൊക്കെയാണ്, അത് കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് 14,000, അൺപെയ്ഡ് ഡിവിഡൻഡ് 5,000, സാലറീസ് ഔട്ട്സ്റ്റാൻഡ് 2,000. ഇത് മൂന്നും കൂട്ടി എഴുതുമ്പോൾ 21,000 കിട്ടുന്നു. നെക്സ്റ്റ് അത് കറൻറ്റ് ലയബിലിറ്റീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടത് പ്രൊവിഷൻ എത്രയാണ്, ഷോർട്ട് ടേം ആണ്. അതിന് നോട്ട് നമ്പർ എത്രയാണ്, 20. അപ്പോൾ നമ്മൾ വീണ്ടും നോട്ടിലേക്ക് എഴുതി. നോട്ടിൽ 20ാമത്തെ പ്രൊവിഷൻ ഫോർ ഷോർട്ട് ടേം എന്ന് പറയണത് നമ്മുടെ കറൻറ്റ് ടാക്സ് എത്രയാണോ, നമ്മളിപ്പോൾ എത്രയാണോ നമ്മൾ ട്രയൽ ബാലൻസിൽ ചെയ്തില്ലേ, കറൻറ്റ് ടാക്സ് ഒക്കെ അടച്ചിട്ട് നമ്മുടെ ബാക്കി കയ്യിലുള്ളത് 76,000, അത് നമ്മൾ ഇങ്ങോട്ട് ചെയ്ത്, അതാണ് ഷോർട്ട് ടേം എന്ന് പറയുന്നത്. അത് 20ാമത്തെ ബാലൻസ് ഷീറ്റിൽ എത്ര കിട്ടി, 76,000 കറൻറ്റ് ടാക്സ് അടച്ചിട്ട് നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ പ്രൊവിഷൻ ഫോർ കറൻറ്റ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുക, 76,000 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി നമ്മൾ ലാസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ടോട്ടൽ ഇക്വിറ്റി കഴിഞ്ഞു. നമ്മുടെ ടോട്ടൽ ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസും കൂടിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം, അതായത് ഈ 2 lakh ഇത് 1,41,000, 2,92,000, 21,000, 76,000
പ്ലസ് നമ്മൾ കണ്ടുപിടിച്ച നേരത്തെ എന്താ പറയുക ഇക്വിറ്റി ഇക്വിറ്റി 2 ലക്ഷവും ഇക്വിറ്റി 2 ലക്ഷവും അതേപോലെ ഓരോന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7,30,000 നമുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലി ആയോ നോക്കുക. കാരണം അസറ്റ്സ് എത്ര കിട്ടിയ 7,30,000, നമുക്ക് ലയബിലിറ്റി എത്ര കിട്ടും? 7,30,000 നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ബാലൻസ് ഷീറ്റ് ഈക്വലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ നമുക്ക് ആൻസർ കഴിഞ്ഞു. അതായത് ഈ അസറ്റ്സ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞ ആൻസർ കഴിഞ്ഞു. പക്ഷേ ഒന്നും കൂടി ഇതാണുള്ളത്, കോണ്ടിജൻറ്റ് ലയബിലിറ്റീസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത്. അത് ക്വസ്റ്റിൽ തന്നുകൊണ്ടാണ് എഴുതുന്നത്. സാധാരണ ലയബിലിറ്റി അസറ്റ്സ് എഴുതി കഴിഞ്ഞു. നിങ്ങൾക്ക് കേട്ടെ ഏത് കോണ്ടിജൻറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് നോട്ട് നമ്പർ 21. നമ്മൾ കോണ്ടിജൻറ്റ് ആൻഡ് ലയബിലിറ്റി 21ാമത്തേത് എഴുതി. കണ്ടിജൻറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്, അതിൽ ഈ കണ്ടീജൻ ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട്, ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ലയബിലിറ്റീസ്, പെട്ടെന്ന് ഉണ്ടാകുന്ന ബാധ്യതകൾ. കണ്ടീജൻ ലയബിലിറ്റി ഇല്ല. നെക്സ്റ്റ് കമ്മിറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞത് നമ്മുടെ 2 ലക്ഷം രൂപ, അതായത് 2 ലക്ഷത്തിൻ്റെ ഇൻറ്റു 25%. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 50,000 രൂപ നമുക്ക് കിട്ടും. ഇനി അടുത്തത് എന്താണ്? കോർപ്പറേറ്റ് ഡിവിഡൻഡ്. അതിനെ ഞാൻ തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്, അതായത് നമ്മുടെ ഗവൺമെൻറ് നിശ്ചയിച്ചതാണ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് എന്നാണ്. അത് 17.972%. അത് നിങ്ങൾ മറക്കരുത്. അത് എന്തായാലും ഇതാണ് 17.472 ആണ് നമ്മുടെ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്. അതിൻ്റെ എന്താണ് ഇൻറ്റു 50. 50,000ൻ്റെ 17.472% കിട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8,736 കിട്ടും. ദെൻ മൊത്തം ഇത് രണ്ടും കൂട്ടി എഴുതുമ്പോൾ 58,736. അപ്പോൾ അതാണ് കണ്ടീജൻ ലയബിലിറ്റി എന്നാണ്. അത് ചില ക്വസ്റ്റ്യൻസിലെ ചോദിച്ച് ഇങ്ങനെ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ചില ഇതിലേ ചോദിക്കുള്ളൂ. 58,730. കണ്ടീജൻ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ അതായത് ലയബിലിറ്റീസ് അസറ്റ്സും കണ്ടാൽ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ട് കഴിഞ്ഞു. ബാക്കി നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് കണ്ടീജൻ ലയബിലിറ്റീസ് കാണാൻ ഉണ്ടായത്, ബാധ്യതകൾ ഉണ്ടായത്. അതായത് ഡയറക്ടേഴ്സ് റെക്കമെൻഡഡ് ദ ഡിവിഡൻഡ് ഈസ് 25%. അത് റെക്കമെൻഡ് ചെയ്തു. അതുകൊണ്ടാണ് നമ്മളത് എക്സ്ട്രാ ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.